إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. ലോകത്തുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ മാസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കുന്നതിനു വേണ്ടി, ഹജ്ജ് കർമ്മത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി ആളുകൾ മക്കയെ ലക്ഷ്യമാക്കി എത്തിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യം. പല ആളുകളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്തു. ചില ആളുകൾക്കൊക്കെ അതിനുള്ള അവസരം ലഭിച്ചു. സാങ്കേതികമായ കാരണങ്ങൾ പല ആളുകളുടെയും യാത്രകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും മറികടന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ എല്ലാ ആളുകൾക്കും അവസരം ഒരുക്കി നൽകുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിക്കുന്ന ഏതൊരു കാര്യത്തിനും, പരിഗണന നൽകിയിട്ടുള്ള ഏതൊരു കാര്യത്തിനും അർഹിക്കുന്ന പരിഗണനയും പവിത്രതയും കൽപ്പിക്കുക എന്നത് വിശ്വാസികളുടെ കടമയാണ്. പല ആളുകളും പറയാറുള്ളൊരു കാര്യം, ഞാൻ അത്രയും പ്രാധാന്യം കൊടുത്തൊരു വിഷയമാണത്, പക്ഷേ വിശ്വസിച്ച് ഞാൻ അവനെ ഏൽപ്പിച്ചു, അതവൻ ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ അതവൻ കൊളാക്കി, അതാകെ പ്രശ്നമായി. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ വൃത്തിയായി കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു അതിലാരെങ്കിലും ഒന്ന് മലീമസമാക്കിയാൽ അല്ലെങ്കിൽ അതിൽ ചളിയാക്കിയാൽ പോലും നമ്മൾ സഹിക്കുന്നില്ല. നമ്മളൊരു വെള്ള വസ്ത്രമിട്ട്
പള്ളിയിലേക്ക് വെള്ളിയാഴ്ച വരികയാണ്. വരുന്ന വഴിയിൽ അതിവേഗതയിൽ ഒരു കാറോ വാഹനമോ ചളി തെറിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വസ്ത്രത്തിലൊക്കെ ചളിയാക്കിയാൽ നമുക്കുണ്ടാകുന്ന ദേഷ്യം എന്താ? ഒരിക്കലും നമ്മൾ സഹിക്കൂലത്. അതിന് നമ്മുടെ നാവിൽ നിന്ന് ലോകത്ത് ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള തെറികൾ പോലും പരസ്യമായി വിളിക്കാൻ നമുക്ക് മടിയുണ്ടാവില്ല. കാരണം അത് നമ്മുടെ ആ വെള്ള വസ്ത്രം മറ്റൊരാൾ അലങ്കോലമാക്കി ചളിയാക്കി എന്നുള്ളതാണ് പറയുക. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യം കൊടുത്തൊരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയൊരു കാര്യം, അതിനെ വളരെ ഗൗരവത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ പലയിടങ്ങളിലായി വചനങ്ങളിലൂടെ അതിന്റെ പ്രാധാന്യത്തെ പഠിപ്പിച്ചു, പവിത്രതയെ പഠിപ്പിച്ചു. ആ മാസത്തെ നിങ്ങൾ പരിഗണിക്കണം, ആ ദിവസങ്ങൾ നിങ്ങൾ ഗൗരവത്തിൽ കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ ശ്രദ്ധ കൊടുക്കാതെ, അതിന് പ്രാധാന്യം കൊടുക്കാതെ, അല്ലെങ്കിൽ ആ മാസങ്ങളെ ഗൗനിക്കേണ്ട കാര്യങ്ങളെ ഗൗനിക്കാതെ അള്ളാഹു നൽകിയിട്ടുള്ള ഹുറുമത്തുകളെ, പവിത്രതകളെ ബോധപൂർവം എന്ന് പറയാൻ കാരണം അറിഞ്ഞിട്ട്, അതിന്റെ പ്രാധാന്യം ഗൗരവമൊക്കെ അറിഞ്ഞിട്ട് അതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏത് രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കാണണം, അവരോട് എങ്ങനെ പെരുമാറണം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ, നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ വൃത്തിയോടുകൂടി കൊണ്ടു നടക്കുന്ന ഒരു കാര്യത്തെ മലീമസമാക്കിയാൽ, അതിലെന്തെങ്കിലും മാലിന്യം കൊണ്ട് നടന്നാൽ നമ്മളെങ്ങനെ അവരോട് പെരുമാറുക, എങ്ങനെ നമ്മൾ അവരോട് പ്രതികരിക്കുക? അതേ രീതിയിൽ തന്നെ ആവണ്ടേ അള്ളാഹുവിന്റെയും പ്രതികരണം? അതേപോലെ തന്നെ ആവുകയില്ലേ അള്ളാഹുവിൽ നിന്നുമുള്ള പ്രതികാര നടപടികൾ, അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികൾ? നമ്മളൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ആകാശഭൂമികൾ സൃഷ്ടിച്ച കാലം മുതൽ തന്നെ 12 മാസങ്ങളായിക്കൊണ്ടാണ് ഒരു വർഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുള്ളത്. 12 മാസങ്ങളായിക്കൊണ്ട് തിരിച്ചിരിക്കുന്നു എന്നുള്ളത്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങളെ പ്രത്യേകമായി പവിത്രതയുള്ളതാക്കി, അതിന് പ്രത്യേകമായ പരിഗണന അല്ലാഹു നൽകിയിട്ടുണ്ട്, ഹുറുമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതാകുന്നു വ്യക്തമായ മതം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, അതിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അതിക്രമം കാണിക്കരുത്, അക്രമങ്ങൾ പ്രവർത്തിക്കരുത്. വളരെ കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇമാം തൊബരി അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം, അൽ അശ്റുൽ ഹുറും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റജബ്, മുലർ ഗോത്രത്തിന്റെ റജബ് മാസം, വസലാസത്തുൻ മുതവാലിയാത്ത്, അടുത്തടുത്തായി വരുന്ന 3 മാസങ്ങളാണ്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അസ്സമാനു ഖദിസ്തദാറക ഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശവും ഭൂമിയുമൊക്കെ സൃഷ്ടിച്ചത് മുതൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തെ പരിഗണിക്കുന്നത് അസ്സനതു 12 ശഹ്റ, ഒരു വർഷം 12 മാസമായി കൊണ്ടാണ്. അതിൽ 4 മാസങ്ങൾ അല്ലാഹു പ്രത്യേകമായി പവിത്രതയുള്ളതാക്കി. സലാസത്തുൻ മുതവാലിയാത്ത്, അതിൽ 3 മാസങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നതാണ്. നമ്മൾ പല സന്ദർഭങ്ങളിലായി, ഒരു വർഷത്തിൽ തന്നെ പല തവണകളിലായി നമ്മൾ പറഞ്ഞു വരുന്നൊരു കാര്യമാണിത്. ഈ മാസങ്ങൾ വരുമ്പോൾ, പവിത്രമായ മാസങ്ങളുടെ മുന്നോടിയായി നമ്മൾ സംസാരിക്കാറുള്ള വിഷയമാണിത്. പക്ഷേ എത്രത്തോളം പ്രാധാന്യവും പരിഗണനയും നമ്മൾ അതിന് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ മാസങ്ങൾ ഏതൊക്കെയാണ്? ദുൽഖഅദ വദുൽഹിജ്ജ വമുഹറം. ആ 3 മാസങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ദുൽഖഅദ മാസമാണ്, ദുൽഹിജ്ജ മാസമാണ്, അതേപോലെ തന്നെ മുഹറം മാസം. ഈ 3 മാസങ്ങളും അടുത്തടുത്തായി വരുന്നതാണ്. റജബ്, മുലർ ഗോത്രത്തിന്റെ റജബ് മാസവും അഥവാ മുലർ ഗോത്രം അതിന് പ്രാധാന്യത്തോടുകൂടി പവിത്രതയോട് കണ്ടിരുന്നു. അതേപോലെ തന്നെ 2 ഗോത്രങ്ങൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നു, റജബാണോ റമളാനാണോ എന്നതിൽ തർക്കമുണ്ടായിരുന്നു. അതിൽ റജബ് മാസമാണ് മുലർ ഗോത്രം പവിത്രമായി കണ്ടത്. അതുകൊണ്ട് തന്നെ മുലർ ഗോത്രം പറയുന്ന റജബ് മാസം എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൃത്യത വരുത്തുകയും ചെയ്തു എന്നത് ഹദീസുകളുടെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 പവിത്രമായ മാസങ്ങൾ അടുത്തടുത്തായി വരുന്നു. തുടർച്ചയായ 3 പവിത്രമായ മാസങ്ങൾ വരുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലെന്താണ് അവർ പരിഗണിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കൃത്യമായി തന്നെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്? ഒന്നാമതായി, വലിയ അവസരമാണ് വിശ്വാസികൾക്ക് നൽകുന്നത്, വലിയ അവസരമാണ് നൽകുന്നത്.
തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതിന്റെ പ്രാധാന്യം അവിടെ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ആ മാസത്തെ ഏത് രീതിയിലാണ് അറബികൾ പരിഗണിച്ചിരുന്നത്, ഒരു വേള ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അതിന് പ്രത്യേകമായ പവിത്രത അവിടുത്തെ ആളുകൾ കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. വമഅനൽ ഹുറും, പവിത്രത എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? അന്നഹു യുഅ്ലിമു ഇന്തിഹാകുൽ മഹാരിമി ഫീഹാ. ഒരു മനുഷ്യൻ എല്ലാ തരത്തിലുമുള്ള നിഷിദ്ധങ്ങളിൽ നിന്നും അവന് വിട്ടുനിൽക്കേണ്ടതുണ്ട്, അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവന്റെ ജീവിതത്തിൽ നിന്ന് സകലമാന ഹറാമുകളെയും അവൻ നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്താണ് അതിന്റെ കാരണം? ബി അശദ്ദി മിമ്മ യുഅ്ലിമു ഫീ ഗൈരിഹാ. മറ്റുള്ള കാലഘട്ടങ്ങളിൽ അവൻ വിട്ടുനിൽക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ഈ മാസങ്ങൾക്ക് പ്രത്യേകമായ പവിത്രത കൊടുത്തുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വകാനത്തിൽ അറബു തുഅ്ലിമുഹ, അറബികൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നതിന് ഉദാഹരണമായി പറയുന്ന ഒരു കാര്യം എന്താണ്? ഹത്താ ലൗ ലഖിയ റജുലു മിൻഹും ഖാതിലുൻ അബീഹി. ഒരു മനുഷ്യൻ സ്വന്തം പിതാവിനെ കുത്തിക്കൊല്ലുന്ന ഒരാളെ കണ്ടു, ഒരാളുടെ വാപ്പാനെ കൊല്ലുന്നത് അയാൾ കണ്ടാലും അതിന്റെ പ്രതികാര നടപടികൾ അവർ സ്വീകരിച്ചിരുന്നത് പവിത്രമായ മാസങ്ങൾക്ക് ശേഷമായിരുന്നു എന്നുള്ളതാണ്. അത് അറബികളുടെ ഒരു സ്വഭാവമായി അവർ ചെയ്തിരുന്നൊരു കാര്യമായിട്ട് മഹാരഥനായ പണ്ഡിതൻ അൽ വാഹിദി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന് അൽ ബസീത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുള്ള കാര്യമാണ്. അറബികൾ, അപ്പൊ നമ്മളെന്താ പറയാ, സാധാരണ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ അവർ യുദ്ധക്കൊതിയന്മാരായിരുന്നു, അക്രമികളായിരുന്നു, പ്രതികാര നടപടികൾക്ക് വേണ്ടി ജീവിച്ചവരായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണെങ്കിലും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അവരുടെ സ്വന്തം പിതാവിനെ കൊന്നാൽ അതിന് നടപടിയെടുക്കാൻ പോലും അവരാ പരിശുദ്ധമായ മാസം കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്ന. പിന്നെ അവിടുന്ന് അങ്ങോട്ട് യുദ്ധമാവും, അത് വേറെ കാര്യം. പിന്നീട് അവിടുന്ന് എല്ലാ തരത്തിലുമുള്ള കലാപങ്ങൾ അയച്ചു വരും. പക്ഷേ ആ പവിത്രമായ മാസങ്ങൾ അവരെ അങ്ങനെ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് അതിന്റെ പ്രാധാന്യം അറിയാം. പ്രത്യേകിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പവിത്രമായ മാസത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും അതിനനുസരിച്ചൊരു തലമുറയെ വളർത്തുകയും ചെയ്തപ്പോ ഇമാം ഖതാദ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇന്നൽ ളുൽമ ഫിൽ അശ്ഹുരിൽ ഹുറുമി അഅ്ലമു ഖതിഅതൻ വവിസ്റ മിനൽ ളുൽമി ഫീ സിവാഹു. ഈ മാസങ്ങളിൽ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണ്? മറ്റുള്ള കാലഘട്ടങ്ങളിൽ പാപം ചെയ്യുന്നതിനേക്കാൾ ഗൗരവം ഈ മാസത്തിൽ പാപം ചെയ്യുന്നതിനുണ്ട്. മറ്റുള്ള മാസങ്ങളിൽ പാപങ്ങൾ ചെയ്യുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുറ്റകരമായ കാര്യമാണ്, അവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, തെറ്റ് തന്നെയാണ്. പക്ഷേ മറ്റുള്ള മാസങ്ങളെക്കാൾ പ്രാധാന്യം ഈ മാസത്തിന് തെറ്റ് ചെയ്യുന്നതിനുണ്ട്. അങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ അതിന് ഗൗരവമുണ്ട്. വൈൻ കാന ളുൽമു അലാ കുല്ലി ഹാലിൻ അളീമ. എല്ലാ കാലത്തും തെറ്റ് ചെയ്യുന്നത് പ്രശ്നം തന്നെയാണ്, അത് ഭയങ്കരമായ കാര്യം തന്നെയാണ്, അതിന്റെ ഗൗരവം കുറക്കല്ല. പക്ഷെ ഈ മാസങ്ങൾക്ക് പ്രത്യേകമായ ഒരു പരിഗണന അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കി വെച്ചൊരു മാസത്തിൽ, അങ്ങനെയുള്ള മാസങ്ങളിൽ ആളുകൾ അക്രമം ചെയ്യുന്നതിന്റെ പ്രത്യേകതകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ലാ തുളിമു ഫീഹിന്ന അൻഫുസകും എന്ന് പറയപ്പെട്ടിട്ടുള്ള ആ ആയത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, ബിർതികാബിദ്ദുനൂബി. അതിലെന്താണ്? ആളുകൾ ഇങ്ങനെ അക്രമങ്ങൾ, അതേപോലെ തന്നെ പാപങ്ങൾ ആളുകൾ വർദ്ധിപ്പിക്കുകയാണ്, പാപങ്ങളിൽ കയറി ആളുകൾ സഞ്ചരിക്കുകയാണ്. ലിഅന്നല്ലാഹ സുബ്ഹാനഹു ഇദാ അലമ ശൈഅൻ മിൻ ജിഹത്തിൻ വാഹിദ സ്വാറത്ത് ലഹു ഹുർമത്തുൻ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാഗത്ത് നിന്ന് മാത്രമാണ് ഒരു കാര്യത്തിന് പരിഗണന കൊടുത്തിട്ടുള്ളത്, പവിത്രത കൊടുത്തിട്ടുള്ളത് എങ്കിൽ, ഒരു കാര്യത്തിൽ മാത്രമാണ് അല്ലാഹു പവിത്രതയും പ്രാധാന്യവും കൊടുത്തത് എങ്കിൽ ആ ഒരു വിഷയത്തിൽ മാത്രമാണ് പവിത്രതയും പ്രാധാന്യവും ഉള്ളത്. എന്നാലോ വൈദ അലമഹു മിൻ ജിഹതൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഭാഗത്തു നിന്നും രണ്ട് രീതിയിൽ നിന്നും പവിത്രത കൊടുത്തിട്ടുള്ള വിഷയമാണെങ്കിൽ, ഔ ജിഹാത്തിൻ അല്ലെങ്കിൽ ഒരുപാട് ഭാഗങ്ങളിൽ നിന്നാണ് അതിന് പവിത്രതയും പ്രാധാന്യവും കൊടുത്തത് എങ്കിൽ, സ്വാറത്ത് ഹുർമത്തുഹു മുതഅദ്ദിദ, അതിന് ഒരുപാട് മടങ്ങുകളായിക്കൊണ്ടാണ് അതിന്റെ പവിത്രത വർദ്ധിക്കുന്നത്. ഫയുളായിഫു ഫീഹിൽ ഇഖാബു ബിൽ അമലി സയ്യി. അതേപോലെ തന്നെയാണ്
തെറ്റുകുറ്റങ്ങൾക്കുള്ള ശിക്ഷയും ഇരട്ടിയായിക്കൊണ്ടായിരിക്കും തെറ്റുകുറ്റങ്ങൾക്കുള്ള പാപങ്ങൾക്കുള്ള ശിക്ഷയും ലഭിക്കുന്നത്. കമാ യുളാഇഫു സവാബു ബിൽ അമലി സ്വാലിഹി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായി പ്രതിഫലം നൽകുന്നത് പോലെ തന്നെ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ ദുൽഖഅദ, ദുൽഹിജ്ജ പോലെയുള്ള മാസങ്ങൾ അത് ഹജ്ജിന്റെ കൂടി മാസമാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് വേണ്ടി വരുന്ന ആ മാസം എന്ന നിലക്ക് തന്നെ ഹജ്ജിന്റേതായ ഒരു പവിത്രതയുണ്ട്. അതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വ്യത്യസ്തമായ പവിത്രതകൾ അല്ലാഹു കൽപ്പിച്ചു എന്ന് പറഞ്ഞത് ഒന്ന് ഹജ്ജിന്റെ പവിത്രതയുണ്ട്. അതേപോലെ തന്നെ ഹറമിന്റെ പരിധിയിൽപ്പെട്ട പവിത്രതയുണ്ട്. ഫീ ഹിലാലിൽ ബലദിൽ ഹറാം, അത് ആ ഹറമിന്റെ പരിധിയിൽപ്പെട്ടിട്ടുള്ള, നമ്മൾ സാധാരണ പരിഗണിക്കുന്ന ഹറം പരിധി എന്ന് പറയുന്ന ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഉംറക്കോ ഹജ്ജിനൊക്കെ പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പറ്റും, അവർക്ക് കാണാൻ സാധിക്കും, ചില ഭാഗങ്ങളിൽ ബിദായത്തുൽ ഹറം എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ഹറം പരിധിയിൽപ്പെട്ടതാണ്. അതിൽ പ്രത്യേകമായ നിയമങ്ങളുണ്ട്. അവിടുത്തെ മരങ്ങൾ മുറിക്കാൻ പാടില്ല, അവിടെ വെച്ച് വേട്ടയാടാൻ പാടില്ല, അവിടെ വെച്ച് ആരെയും കൊല്ലാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അതാണ് ഹറമിന്റെ പരിധിയിൽപ്പെട്ട ഭാഗം. ആ ഭാഗങ്ങളിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന ഒരു പവിത്രതയും ഈ മാസങ്ങളിൽ കടന്നു വരുന്നു എന്നുള്ള. സാധാരണ നമ്മൾ ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ മാസങ്ങളെ ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പഠിപ്പിക്കപ്പെട്ടുള്ള മാസങ്ങൾ കൂടിയാണ്. നിങ്ങൾ ആലോചിച്ചു, ആ നിലക്ക് പല അർത്ഥങ്ങളിൽ, പല മാനങ്ങളിൽ, പല തലങ്ങളിൽ ഏറ്റവും അധികം അല്ലാഹു പവിത്രത കൽപ്പിച്ചിട്ടുള്ള മാസങ്ങളാണ് ദുൽഖഅദയും ദുൽഹിജ്ജയും ഒക്കെ അടങ്ങുന്നത്. അതേപോലെ തന്നെ ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് പറയപ്പെട്ടുള്ള മുഹറം മാസവും അടുത്തടുത്തായി വരുന്ന 3 പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് പല കാരണങ്ങളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുള്ളതിനെ ഒരു നിലക്കും തന്നെ കളങ്കപ്പെടുത്തുവാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കുമുള്ള അനുവാദമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ പ്രത്യേകമായും ഈ മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള പരിഗണനകളെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച്, പ്രത്യേകതകളെക്കുറിച്ച് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, നന്മകൾക്ക് കൂടുതൽ പ്രതിഫലമുള്ളതുപോലെ തിന്മകൾക്കും ഇരട്ടിയായ ശിക്ഷയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കാൻ. ഫീഹാ യുളാഇഫുല്ലാഹു സുബ്ഹാനഹു ലിഇബാദിഹിൽ അജ്റ വസ്സവാബ്, പ്രതിഫലങ്ങളും അതേപോലെ തന്നെ അല്ലാഹു കൊടുക്കുന്ന കൂലിയുമൊക്കെ അല്ലാഹു ഈ മാസങ്ങളിൽ വർദ്ധിപ്പിച്ച നിലക്ക് കൊടുക്കും. കമാ യുളാഇഫുൽ ഇസ്മ വസ്സനൂബ്, തെറ്റുകുറ്റങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്നത് പോലെ, ആ ശിക്ഷകൾ ഇരട്ടിയായി കൊടുക്കുന്നത് പോലെ, ലിഅളമതി വഹുർമതി ഹാദിഹിൽ അശ്ഹുർ, ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളുടെ പവിത്രതയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് അതിനാ നിലക്കുള്ള പരിഗണനയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, 3 മാസങ്ങൾ, പവിത്രമായ 3 മാസങ്ങൾ അടുത്തടുത്തായി ലഭിക്കുന്നു. ആ മാസങ്ങളിൽ നമുക്കെന്താ ചെയ്യാനുള്ളത്? നമുക്ക് എത്രമാത്രം ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ നമ്മൾ പരിഗണന കൊടുക്കണം. അതോടൊപ്പം തന്നെ ഗൗരവത്തിൽ കാണേണ്ടതാണ്, അല്ലാഹു പവിത്രമാക്കിയ മാസത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നുവെങ്കിൽ അതിന് ഇരട്ടിയായ ശിക്ഷയും ഉണ്ടാകും എന്നത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, യുദ്ധം നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഈ മാസങ്ങളിൽ എന്നുള്ളതാണ്. ഹുർമത്തുൽ ഖിതാലി ഫീഹ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. യസ്അലൂനക അനിശ് ശഹ്രിൽ ഹറാമി ഖിതാലുൻ ഫീഹ്, അല്ലാഹു പവിത്രമാക്കിയ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് നിന്നോടവർ ചോദിക്കുന്നു. ഖുൽ ഖിതാലും ഫീഹി കബീർ, നീ പറഞ്ഞു കൊടുക്കുക, ആ മാസത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് വലിയ വമ്പിച്ച പാപമാണ്, വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള യുദ്ധങ്ങളിലേക്ക് പോകാൻ പാടില്ല, അത് ആ മാസത്തിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അതിന്റെ പവിത്രതയുടെ ഭാഗമാണെന്ന്. മൂന്നാമത്തെ കാര്യം, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു തലത്തിലും പെട്ട അതിക്രമങ്ങൾ ചെയ്യാൻ പാടില്ല. ഏറ്റവും അധികം ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയം തസ്ദീദു ഹുർമത്തി ളുൽമി ഫീഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അതികഠിനമായ നിലക്ക്, അതേപോലെ തന്നെ ഗൗരവത്തോടുകൂടി അക്രമങ്ങൾ ചെയ്യുന്നതിനെ ഈ മാസത്തിൽ നിരോധിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഫലാ തദ്ലിമു ഫീഹിൻ അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നാലാമത്തെ കാര്യം, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ പ്രത്യേകമായും ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം പോലെയുള്ള മാസങ്ങൾ, അടുത്തടുത്തായി വരുന്ന മാസങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസങ്ങളാണെന്നുള്ളത്. ഒന്ന്, ഇസ്തിമാലുൽ അശ്ഹുറുൽ ഹുറുമി അലാ ഫറായിദി വ ഇബാദാത്തിൽ മൗസൂമ, ഏറ്റവും പ്രധാനമായ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസം എന്ന നിലക്ക് തന്നെ ദുൽഖഅദയിലും ദുൽഹിജ്ജയിലുമൊക്കെ
ഇബാദത്തുകൾ ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ദുൽഖഅദയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുക. ദുൽഖഅദ മാസത്തിലാണ് ഹജ്ജിന് വേണ്ടി ആളുകൾ കടന്നു വരുന്നൊരു മാസം. ഏറ്റവും അധികം ആളുകൾ ഹറമിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് ദുൽഖഅദ മാസത്തിലാണ്. അതുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്രകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്താണ് ഈ മാസത്തിൽ ഈ നിലക്കുള്ള പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം? അവിടുന്ന് പണ്ഡിതന്മാർ അതിന് നൽകിയ മറുപടി എന്താ? ഹജ്ജിന് വേണ്ടി വ്യത്യസ്തമായ ദിക്കുകളിൽ നിന്ന് ആളുകൾ കടന്നു വരുന്നു. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കൂടിയാണ് അതിന്റെ ഹിക്മത്ത്, അതിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഈ നിലക്ക് പവിത്രമാക്കിയത് അതുകൊണ്ടാണെന്നുള്ളതാണ്. സ്വൈര്യമായി ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റണം. അവിടെ യുദ്ധങ്ങളും കലാപങ്ങളും ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ അക്രമം പ്രവർത്തിക്കാൻ അതുകൊണ്ട് സാധ്യതയുണ്ട് എന്ന നിലക്ക് തന്നെയാണ് ആ മാസത്തിന് പവിത്രത കൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ള. ആ നിലക്ക് ദുൽഖഅദ മാസം ഹജ്ജിന്റെ യാത്രകൾക്ക് വേണ്ടിയാണെങ്കിൽ ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത്. അതിലെന്ത് ചെയ്യുന്നതാണ്? ഇബാദാത്തുകൾ വജിതിമായി ഉമ്മഹാത്തിൽ ഇബാദാത്ത്, എല്ലാ നിലക്കുമുള്ള പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളെല്ലാം ഈ മാസത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. വഹിയൽ ഹജ്ജു, അതെന്തൊക്കെയാണ്? ഹജ്ജാണ്. അതേപോലെ തന്നെ ലയാലി ദുൽഹിജ്ജ, അശറ ദുൽഹിജ്ജ വരുന്നുണ്ട്. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ. വയോമു അറഫ, അറഫ ദിവസം വരുന്നുണ്ട്. വഈദുൽ അദ്ഹ, വഅയ്യാമുത്ത ശരീഖ്, ബലിപെരുന്നാള്, അയ്യാമുത്ത ശരീക്ക്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ അമലുകളും ഇബാദത്തുകളും ഒരുമിച്ച് വരുന്ന പവിത്രമായ മാസം കൂടിയാണ് ദുൽഹിജ്ജ മാസം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തടുത്തായി വരുന്ന 3 പവിത്രമായ മാസങ്ങൾ, അതിൽ ദുൽഖഅദയുടെ പ്രാധാന്യവും ദുൽഹിജ്ജയുടെ പ്രാധാന്യവും പറഞ്ഞ പോലെ തന്നെ മുഹറം മാസം അള്ളാഹു പവിത്രമാക്കിയ മാസം, അതേപോലെ തന്നെ ഹജ്ജിന്റെ യാത്രകൾ കഴിഞ്ഞ് ആളുകൾ തിരിച്ചു പോകുന്ന ഒരു മാസം കൂടിയാണത് എന്നുള്ളതാണ്. ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ തിരിച്ചു പോകുന്ന ഒരു മാസം, അതാണ് മുഹറം മാസത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് ആ നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിന് കൂടാതെ മറ്റൊരുപാട് പ്രത്യേകതകൾ മുഹറം മാസത്തിനുണ്ട്. അത് നമുക്ക് അവസരത്തിൽ പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും എല്ലാ സമയങ്ങളിലും പവിത്രമായ മാസങ്ങളുടെ അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ആ ഗൗരവത്തിൽ പലപ്പോഴും നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ്. നമുക്ക് ചെയ്യുന്ന അമലുകൾക്ക് ഇരട്ടിയായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക് നന്മകളിൽ വ്യാപൃതനായിരുന്ന ഒരു മാസങ്ങൾ, ഈ പവിത്രമായ മാസങ്ങളിൽ ആ നിലക്കാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാധാന്യം കൽപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ കൂടുതലായി അമലുകളും ഇബാദത്തുകളുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ മാസങ്ങളെ കൃത്യമായ നിലക്ക് പരിഗണിക്കുവാനും അമലുകളും ഇബാദത്തുകളുമായി മുന്നോട്ട് പോകുവാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസ് റഹ്മതൻ ലിൽ ആലമീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അക്രമങ്ങൾ എക്കാലഘട്ടത്തിലും മനുഷ്യന്റെ ജീവിതം, സ്വൈര്യമായ ജീവിതം താറുമാറാക്കിയിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായി ഖുർആൻ അക്രമങ്ങളെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അക്രമികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സഹായിയും ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് വത്തഖുല്ലുൽ, നിങ്ങൾ അക്രമങ്ങളെ സൂക്ഷിക്കണം. ഫഇന്നദ്ദുൽമ ളുലുമാത്തു യൗമൽ ഖിയാമ, അക്രമങ്ങൾ എന്ന് പറയുന്നത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഇരുട്ടായിത്തീരും എന്നുള്ളതാണ്. അത് നമുക്ക് ഇരുട്ട് എന്ന് പറയുന്നത് പരലോകത്തെ നന്മകൾ തടയപ്പെടുന്ന, തിന്മകൾ കുമിഞ്ഞുകൂടി വരുന്ന ആ ഇരുട്ടിനെ കുറിച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം പരലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നതാണ് ആ ഹദീസിന്റെ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാടുകളിൽ നടന്നുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം അക്രമങ്ങൾ നടന്നു. ഇപ്പൊ കേരളം വലിയ ചർച്ച ചെയ്തിട്ടുള്ള കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോകം മുഴുവനും ചർച്ചയായിട്ടുള്ള വിഷയങ്ങളുണ്ടായി. അതിനു പുറമെ തന്നെ മംഗളൂരുവിൽ ഒരു മലയാളിയെ ആൾക്കൂട്ടങ്ങൾ കൊലപാതകം നടത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ നമ്മൾ പലപ്പോഴും ഞെട്ടലോടുകൂടി കേരളം കേട്ട പല വാർത്തകളിലും ഒരു ഞെട്ടലുമില്ലാതെ ആളുകൾ ചർച്ചകളില്ലാതെ അവഗണിച്ചു പോയൊരു വിഷയമാണത്. നിങ്ങളാലോചിക്കുക, എന്തൊരു കാര്യത്തിനും അവിടെ രാജ്യത്തിന്റെ
ആത്മാവിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ താൽപര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നതിന്റെ പേരിലാണ് ആളുകൾ അടിച്ചുകൊല്ലുന്നത് എന്നുള്ളതാണ്. അവിടെ പാകിസ്ഥാന് വേണ്ടി അവൻ സിന്ദാബാദ് വിളിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവൻ വിളിച്ചു എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും അതിന് ആൾക്കൂട്ടങ്ങൾ അടിച്ചുകൊല്ലുന്നതാണോ നിയമം? അതിന് നിയമപാലകരുണ്ട്, പോലീസുകാരുണ്ട്, അത് നോക്കാനുള്ള കോടതിയുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അർഹിക്കുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലാൻ അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സജിത് ഷെഡ്ഡി എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ, അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അവിടെ സാക്ഷിയായ ആളുകളാരും അയാൾ അങ്ങനെ സംസാരിച്ചതായിട്ട് കേട്ടില്ല. ക്രിക്കറ്റ് മാച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തോ തർക്കമാണുണ്ടായത്, അതിന്റെ പേരിലാണ് അവിടെ കലാപമുണ്ടായത്. പക്ഷേ ആ കലാപങ്ങൾക്ക് ശേഷം പിന്നീട് അദ്ദേഹം പാകിസ്ഥാന്റെ വക്താവും പാകിസ്ഥാൻ ചാരനുമൊക്കെയാ മാറി. അതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുക എന്നുള്ളതാണ്. നമ്മൾ ഞെട്ടലുകൾ ഏത് തരത്തിലൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടയാളാകുമ്പോൾ അയാളുടെ പേരിൽ എന്തും ആരോപിച്ച് കൊലപാതകങ്ങൾ ചെയ്യാം, അക്രമങ്ങൾ നടത്താം എന്നുള്ള നിലയിലേക്ക് പോകുന്നതിന് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കുവാൻ, അംഗീകരിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ഏത് നിലക്കുമുള്ള മതത്തിന്റെ പേരിലാകട്ടെ, ജാതിയുടെ, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ പേരിലാകട്ടെ, ഭാഷയുടെ, ദേശത്തിന്റെ പേരിലാകട്ടെ, ഒരു നിലക്കുമുള്ള അക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് പ്രത്യേകമായി ഇത്തരം പവിത്രമായ മാസങ്ങളിൽ അക്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വിശ്വാസി സമൂഹം കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങൾ, നമ്മളെല്ലാവരും ഇന്നും ഇന്നലെയുമൊക്കെയായി സോഷ്യൽ മീഡിയകളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഇസ്രായേലിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചു. യഥാർത്ഥത്തിൽ അക്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ളുൽമുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ, നാടുകളിൽ, നഗരങ്ങളിൽ സ്വൈര്യമായി താമസിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ബോംബുകൾ വർഷിപ്പിച്ച്, യന്ത്രങ്ങൾ കൊണ്ട്, മിസൈലുകൾ കൊണ്ട് കാട്ടുതീ പടർത്തിയ ആളുകൾ, നഗരങ്ങളിൽ, പട്ടണങ്ങളിൽ തീ പടർത്തിയ ആളുകൾ ഇന്ന് തീയണക്കാൻ വേണ്ടി ആളുകളുടെ സഹായം ആവശ്യപ്പെടാൻ. ഇന്ന് കണ്ടിട്ടുള്ളൊരു വാർത്ത, അന്താരാഷ്ട്ര സഹായം തേടി ഇസ്രായേൽ എന്നുള്ളതാണ്. അവിടെ നമ്മൾ പലപ്പോഴും ഒരു വിഭാഗത്തിന്റെ, പ്രത്യേകമായൊരു സമൂഹത്തിന്റെ, സമുദായത്തിന്റെ നേരെ അക്രമങ്ങൾ തിരിച്ചുവിടുകയും അവർക്കെതിരെ നിരന്തരമായി പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽപ്പിക്കുകയും ചെയ്ത ഒരു ജനവിഭാഗം എന്ന നിലക്കാണ് പല ആളുകളും അതിനെ കാണുന്നത്. നമ്മൾ ഒരു കാട്ടുതീയൊക്കെ പടരുമ്പോൾ അതിന്റെ ചുവട്ടിലുള്ള കമന്റുകളും മറ്റൊക്കെ, ആ വാർത്തകൾക്ക് പിന്നിലുള്ള കമന്റുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, അതൊക്കെ കിട്ടേണ്ട തന്നെയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുള്ള നിലക്കുള്ള ഒരു സമീപനമാണ്. പലപ്പോഴും അവരുടെ ചെയ്തികൾ ആ നിലക്ക് പോയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളിൽ, അത്തരം കാര്യങ്ങളിൽ, കാട്ടുതീ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ, അതിൽ നിരപരാധികളായ ആളുകൾ പെട്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ജെറൂസലം പോലെയുള്ള പ്രദേശങ്ങളിൽ, തെലാവിയർ പോലെയുള്ള പട്ടണങ്ങളിൽ വരെ കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എവിടെയായാലും മനുഷ്യർക്കാണ് ഇത് ബാധിക്കുന്നത്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള ദുരന്തങ്ങളിലും സന്തോഷിക്കുവാനോ, അവർക്കങ്ങനെ കിട്ടട്ടെ എന്ന് പറയുവാനോ, അങ്ങനെ ആത്മനിർവൃതി അണയാനോ നമുക്കാർക്കും അധികാരമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളാകാം, ശിക്ഷയാകാം, അതൊക്കെ തന്നെയും നിരപരാധികളെയും ബാധിക്കുന്നതാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വത്തഖു ഫിത്ന ലാ തുസീബന്നല്ലദീന വലമു മിൻകും ഖാസ്സ, നിങ്ങൾ ഫിത്നകളെ സൂക്ഷിക്കണം, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനെ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ വാക്ക് പ്രത്യേകമായി ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നിങ്ങൾ ഫിത്നകളെ സൂക്ഷിക്കണം, കുഴപ്പങ്ങളെ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി ശിക്ഷകൾ നൽകുമ്പോ, പരീക്ഷണങ്ങൾ നൽകുമ്പോ അതില് പ്രത്യേകമായി ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അക്രമങ്ങൾക്കും അനീതികൾക്കും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് നേരെ അധിനിവേശം നടത്തി അവരുടെ സ്വൈരജീവിതത്തെ തകർക്കുവാനൊക്കെ ശ്രമിക്കുമ്പോൾ അതിനൊരു പക്ഷേ അള്ളാഹു നൽകുന്ന പരിഹാരങ്ങളുണ്ടാകും, അള്ളാഹു അതിന് തക്കതായ കാര്യങ്ങൾ കൊടുക്കും. ഒരുപക്ഷെ അള്ളാന്റെ പരീക്ഷണമാകാം, ആ നിലക്കൊക്കെയാകാം. ഏതായാലും അത്തരം സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ സന്തോഷിക്കുവാൻ അങ്ങനെ കിട്ടട്ടെ, അവർക്കൊക്കെ അത് വേണ്ടത് തന്നെയാണ് എന്ന നിലക്ക് പറയാനോ അല്ല വിശ്വാസിയെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് സമാധാനവും ആശ്വാസവുമേകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
ഉലഹിയത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട സമയം എത്തിയിരിക്കുകയാണ്. നമ്മൾ ഉലഹിയത്തുമായി ബന്ധപ്പെട്ടുള്ള കർമ്മശാസ്ത്രപരമായ വിധികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാധാന്യങ്ങൾ, പ്രത്യേകതകൾ, അതൊക്കെ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ പറയാവുന്നതാണ്. നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു ഉലഹിയത്തിന് ഒരാൾക്കുള്ള ഒരു ഓഹരി എന്ന നിലയ്ക്ക് 7000 രൂപയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാം പല സ്ഥലങ്ങളിലും വലിയ തുകയാണ് ഒരാളുടെ ഓഹരിക്ക് വേണ്ടി വാങ്ങുന്നത്. നമ്മളിങ്ങനെ ഒരു ചെറിയ സംഖ്യ 7000 രൂപ എന്നതിലേക്ക് നമ്മൾ ചുരുക്കിയിട്ടുള്ളത് ഒരു ഓഹരിയെങ്കിലും കൂടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു 7000 രൂപ മാറ്റിവെക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ഏൽപ്പിക്കാവുന്ന തരത്തിൽ ഒന്ന് നിയ്യത്താക്കി ഇപ്രാവശ്യം എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു ഉലഹിയത്തിന്റെ ഒരു ഓഹരിയിലെങ്കിലും ചേരണം എന്ന് നമ്മൾ വിചാരിക്കുക. 7000 രൂപയാണ് ഒരു ഓഹരി, അതുകൊണ്ട് അത് മതി, 7000 മതി എന്ന് വിചാരിക്കേണ്ടതില്ല. 2, 3, 4, 5, 7 വരെയുള്ള സംഖ്യകളിൽ നമുക്ക് ഓഹരിയായിട്ട് കൂടാവുന്നതാണ്. മുഴുവനായും ഒരു ഉരുവിനറുക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതിന് സാധിക്കാത്തവർക്കാണ് അതിന്റെ താഴെയുള്ള ഓഹരികളെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ നിന്ന് ദാനമായി നൽകുവാൻ, അതേപോലെ തന്നെ അവന് ബലിയർപ്പിക്കുവാൻ, ഫസല്ലി റബ്ബിക വൻഹർ എന്ന പ്രവാചകനോടുള്ള താക്കീത്, ആകയാൽ നീ നമസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക എന്ന പവിത്രമായ ആരാധനാകർമ്മത്തിനു വേണ്ടി നിയ്യത്താക്കുവാനും 7000 രൂപ എന്ന ഒരു ഓഹരി നമ്മളാൽ കഴിയുന്ന ആളുകൾ എത്രയും വേഗം അതിന്റെ പണം കണ്ടെത്തുവാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ അത് ഏൽപ്പിക്കുവാനും വേണ്ടി തയ്യാറാവുക. പരമാവധി ഓഹരികൾ കൂടി നമ്മൾ ആ ഒരു സദുദ്യമത്തിൽ നല്ല പ്രതിഫലം ലഭിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ഉലഹിയത്തിന്റെ ആ കർമ്മങ്ങളിൽ പങ്കാളികളാകാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മെയ് മാസം 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നമ്മുടെ നാടുകളിലെ വിദ്യാർത്ഥികളെ ഒരുമിച്ചുകൂടി അവർക്ക് വേണ്ടി ധാർമ്മികമായ മൂല്യങ്ങൾ നൽകുന്ന, ഭൗതികമായ കാര്യങ്ങളെ അവർക്ക് കൂടുതൽ പ്രാധാന്യവും പരിഗണനയും നൽകുന്ന, മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രജിസ്ട്രേഷൻ പുറത്തുണ്ടാകും. നിങ്ങളെല്ലാ ആളുകളും നിങ്ങളുടെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി തലങ്ങളിലൊക്കെയുള്ള വിദ്യാർത്ഥികളെ അതിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആ നിലക്ക് അതിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികളെ ചേർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പുറത്തുള്ള കൗണ്ടറുകളിൽ നിങ്ങളുടെ മക്കളുടെ പേരുവിവരങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന മദ്രസയിൽ, ദാറുൽ ഖുർആൻ മദ്രസയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെ കണ്ട് എത്രയും വേഗം മദ്രസയിലേക്കുള്ള അഡ്മിഷൻ സ്വീകരിക്കണം, കൈക്കൊള്ളണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. കൂടുതലായി അമലുകളും ഇബാദത്തുകളുമായി പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ, അടുത്തടുത്തായി വരുന്ന 3 പവിത്രമായ മാസങ്ങളെ പ്രത്യേകമായി പരിഗണിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു പവിത്രമാക്കിയതിനെ പവിത്രമായി കാണാനും പ്രാധാന്യം കൽപ്പിക്കുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു പവിത്രമാക്കിയ മാസത്തിൽ അതിക്രമങ്ങൾ കൊണ്ട്, അക്രമങ്ങൾ കൊണ്ട് മലീമസമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കുമാറാകണമേ. 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടി മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വലിയ പ്രയാസത്തിൽ ചികിത്സയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു. പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആ കുട്ടിയുടെ അസുഖം അല്ലാഹു പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള രോഗികൾക്ക് അല്ലാഹു ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തുമാപ്പാക്കി തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ഹാദാ വസല്ലു വസല്ലിമു റഹിമകുമുല്ലാഹ് അലാ മൻ അമറകും ബിസ്സലാത്തി വസ്സലാമി അലൈഹി ഫഖാല ജല്ല മൻ ഖായിലിൻ അലീമാ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു